श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। രാമായണത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പരാമർശിക്കേണ്ട ഒരു വലിയ ഗ്രന്ഥമുണ്ട്. യോഗാവാസിഷ്ഠം എന്നാണ് അതിൻ്റെ പേര്. ഒരുപക്ഷെ കൂടുതൽ പേരും അറിഞ്ഞിരിക്കാൻ ഇടയില്ലാത്ത ഒരു ജ്ഞാനനിധിയായ ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം. ഒരിക്കൽ ശ്രീരാമൻ അച്ഛൻ്റെ അനുവാദപ്രകാരം രാജ്യം ചുറ്റിക്കാണാൻ പുറപ്പെട്ടു. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് വീഗാലാൻഡിലും അല്ലെങ്കിൽ ഉല്ലാസ കേന്ദ്രങ്ങളിലൊക്കെ പോകാറുണ്ടല്ലോ. ആ അർത്ഥത്തിലാകാം. കാരണം നാളെ രാജാവാകേണ്ട ഒരാൾ രാജ്യം കാണണം, പ്രജകളെ കാണണം, അവരുടെ ജീവിതം കാണണം. അല്ലാതെ ചില്ലുപേടകത്തിലിരുന്ന് സുപ്രഭാതത്തിൽ സിംഹാസനത്തിലിരിക്കുകയല്ലല്ലോ വേണ്ടത്. രാമൻ രാജ്യയാത്ര ആരംഭിച്ചു. പണ്ട് ഗുരുകുലങ്ങളിൽ പഠിച്ച സമയത്ത് പഠിച്ച് പുറത്തിറങ്ങുന്ന ശിഷ്യരോട് ഗുരു പറയും, നിനക്ക് ഈ നാട് ചുറ്റിക്കാണാൻ പോകാം. അതായത് ബ്രഹ്മചര്യത്തിൽ നിന്ന് നിനക്ക് സന്യാസത്തിലേക്കോ ഗാർഹസ്ഥത്തിലേക്കോ വാനപ്രസ്ഥത്തിലേക്കോ പോകാം. അധിക ശിഷ്യന്മാരും നേരെ ഗൃഹസ്ഥാശ്രമം വീട്ടിലേക്ക് വന്ന് കല്യാണം കഴിച്ച് അങ്ങനെ കൂടും. ചില ശിഷ്യന്മാർ അപൂർവമായിട്ട് വാനപ്രസ്ഥയായിട്ട് സഞ്ചരിക്കും. ചിലർ ബ്രഹ്മചര്യത്തിൽ നേരെ സന്യാസത്തിലേക്കും പോകും. അതിനുള്ളൊരു പദ്ധതി പൂർവികന്മാർ ഇവിടെ ഉണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ രാമനും ആ നിലയിൽ കണ്ടറിയാൻ വേണ്ടിയായിരിക്കാം ഈ രാജ്യയാത്ര ചെയ്തത്. പക്ഷെ അത്ഭുതം, തിരിച്ചു വന്ന രാമനെ കൊട്ടാരത്തിൽ പിന്നീട് ആരും കണ്ടില്ല. രാമൻ ഒരു വലിയ ദുഃഖത്തിൻ്റെ അസ്തിത്വ പ്രതിസന്ധിയിലായി. മുറിയിൽ നിന്ന് പുറത്തു വരുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ശരീരത്തിന് ശുദ്ധി വരുത്തുന്ന സ്നാനാദി കർമ്മങ്ങൾ ചെയ്യുന്നില്ല, കളികളിൽ ഏർപ്പെടുന്നില്ല. ഒരു ബാലകനാണ്, 10-12 വയസ്സ് താഴെയുള്ളൂ. ഒരു തരം അന്തർമുഖത്വം. ആര് വിളിച്ചിട്ടും എന്ത് ഉല്ലാസം നടത്തിയിട്ടും രാമൻ്റെ അവസ്ഥ മാറുന്നില്ല. അതിന് കാരണം ഈ യാത്രയിൽ രാമൻ രാജ്യം കണ്ടു, ജനങ്ങളുടെ ജീവിതം കണ്ടു. അതുവരെ കൊട്ടാരത്തിൻ്റെ സുഖഭോഗങ്ങളിലും ഭോജ്യങ്ങളിലും ഒക്കെ അഭിരമിക്കുന്നവർക്ക് ഒരു സാധാരണക്കാരൻ്റെ ജീവിതം അറിയില്ല. അവിടെ നടക്കുന്ന പട്ടിണി അറിയില്ല, ദാരിദ്ര്യം അറിയില്ല, മരണമറിയില്ല. മുടന്തുള്ളവരും കണ്ണില്ലാത്തവരും, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പറ്റുമെങ്കിൽ കാസർഗോഡുള്ള എൻമകജെ പഞ്ചായത്ത് അവിടുത്തെ വീടുകളിൽ പോയി കുട്ടികളൊന്ന് കാണണം. മനുഷ്യൻ്റെ തലയുടെ 3-4 ഇരട്ടി വലുപ്പമുള്ള തലയായിട്ട് കിടന്ന കിടപ്പിൽ എണീക്കാൻ പറ്റാത്ത എത്രയോ ജന്മങ്ങൾ. ഒരുപക്ഷെ ഏതെങ്കിലും കുട്ടികളുടെ ക്യാൻസർ വാർഡ് പോയി മടങ്ങി വന്ന ഒരാൾക്കുണ്ടാവുന്ന മനോചേതോ വികാരം എന്തായിരിക്കും? ഇങ്ങനെ ലോകത്തുള്ളതെല്ലാം അറിയുന്ന ഒരാൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യും, പ്രതികരിക്കും? രാമന് കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ശ്രീബുദ്ധൻ നമുക്കറിയാം, സിദ്ധാർത്ഥനായിട്ട് അർദ്ധരാത്രി ഭാര്യയായ യശോദരയുടെ കൂടെ ഉറങ്ങുമ്പോൾ രാത്രിയാണ് കൊട്ടാരം വിട്ടുപോകുന്നത്. നമുക്ക് വലിയ കഠിന തപം ചെയ്തിട്ട് ഇന്ദ്രനാകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എന്നാൽ എല്ലാ സുഖങ്ങളും വിട്ട് ബുദ്ധനാകാൻ ആർക്ക് കഴിയും? സുധോധന മഹാരാജാവ് പലരെയും അയച്ചു മകനെ കൊണ്ടുവരാൻ. മകനെ, നീ ഭിക്ഷയാചിച്ച് ജീവിക്കേണ്ടവനല്ല, രത്നകിരീടം അണിഞ്ഞ് രാജ്യം ഭരിക്കേണ്ട ആളാണ്, തിരിച്ചു വരൂ. അപ്പോൾ തന്നെ വിളിക്കാൻ പോയ ദൂതരോട് സിദ്ധാർത്ഥൻ പറഞ്ഞത്, അച്ഛൻ എൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അച്ഛന് എൻ്റെ ആയുസ് പിടിച്ചു വെക്കാൻ കഴിയൂ? എന്നിൽ വരുന്ന നരകളെ ഇല്ലാതാക്കാൻ അച്ഛന് കഴിയൂ? ദുരന്തങ്ങളും മരണങ്ങളും ഇല്ലാതാക്കാൻ രാജാവിന് കഴിയുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ കഴിയും എന്നാണ് ഉത്തരമെങ്കിൽ ഞാൻ കൊട്ടാരത്തിലേക്ക് വരാം. അപ്പോൾ ഇത്തരം അന്വേഷണത്തിലൂടെയാണ് ഈ ലോകത്തിൻ്റെ ദുഃഖത്തിന് മഹാത്മാക്കൾ പരിഹാരം ഉണ്ടാക്കിയത്. രാമനും ഈ അന്വേഷണത്തിലാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു. അവിടെ ഉണ്ടായവർക്കൊന്നും ഇതിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് വിശ്വാമിത്രൻ കൊട്ടാരത്തിലേക്ക് വരുന്നത്. വിശ്വാമിത്രനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ വിശ്വാമിത്രൻ വസിഷ്ഠനെയും രാമനെയും കൊട്ടാരത്തിൻ്റെ സഭാഗൃഹത്തിലേക്ക് വിളിച്ചു വരുത്തി. ഇതിനുത്തരം പറയാൻ പറ്റിയ ഒരാൾ ഈ കൊട്ടാരത്തിനകത്തുണ്ട്, സാക്ഷാൽ വസിഷ്ഠൻ. അങ്ങനെ വസിഷ്ഠമുനി രാമൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ
സന്നിഹിതനായി ആകുന്നു. ഈ ഉത്തരവും ചോദ്യവും കേൾക്കാൻ നൂറുകണക്കിന് പ്രഗത്ഭർ ആ സഭാ ഹാളിലെത്തുന്നു. ഋഷികളും ദേവതകളും വരുന്നു. രണ്ടുപേരും മുഖാമുഖമായി ഇരുന്നിട്ട് രാമൻ്റെ ചോദ്യങ്ങൾക്ക് ഏതാണ്ട് 18 ദിവസത്തോളം വസിഷ്ഠൻ ഉത്തരം പറയുന്നു. ആ ചോദ്യോത്തരങ്ങളും അതിലെ തത്വങ്ങളും സാരങ്ങളും അടങ്ങിയതാണ് പ്രസിദ്ധമായ യോഗാവാസിഷ്ഠം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമസ്യകൾക്കും അതിൽ ഉത്തരമുണ്ടായിരുന്നു. രാമായണത്തിൻ്റെ ആദ്യത്തെ ബാലകാണ്ഡത്തിൽ വിശ്വാമിത്രൻ സഭയിലേക്ക് വരുന്നു. വിശ്വാമിത്രൻ വരുന്നത് കാട്ടിൽ തൻ്റെ യാഗത്തിന്, അവിടെ കാട്ടിലുള്ള താടകാദി മാരീച സുബാഹാദി അസുരന്മാരുടെ ഉപദ്രവം ഉണ്ടാവുന്നു. അതിൽ നിന്ന് 10 ദിവസത്തെ യാഗത്തിന് രാമൻ രക്ഷ ചെയ്യണം. അതിൻ്റെ ഉറപ്പ് വാങ്ങാൻ, അതിൻ്റെ സംരക്ഷകനായിട്ട് ദശരഥനോട് കൊച്ചുമകൻ രാമനെ കൊണ്ടുപോകാനാണ് വിശ്വാമിത്രൻ വന്നത്. നമുക്ക് തന്നെ അറിയാം, കൗമാരപ്രായമുള്ളൊരു കുട്ടിയെ ഈ താടകക്ക് 10,000 ആനയുടെ ശക്തിയാണ്. 10,000 ആനയുടെ ശക്തിയുള്ള രാക്ഷസിയായ മനുഷ്യനെ കടിച്ചു തിന്ന് ചോര കുടിക്കുന്ന ആ ഭീകരതയോട് ഏറ്റുമുട്ടാൻ ഒരച്ഛനും അയക്കില്ല. ആറ്റുനോറ്റ് വലിയ യാഗം നടത്തിയുണ്ടായ കുട്ടിയാണ്. ഞാൻ അയക്കില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു നാടകീയമായ തുടക്കമുണ്ട്. വിശ്വാമിത്രൻ വരുമ്പോൾ സഭയിൽ വെച്ച് ദശരഥൻ പറയുന്നത്, അങ്ങ് ആവശ്യപ്പെട്ട ഏത് കാര്യവും ഞാൻ നടത്തി തരാമെന്നാണ്. ഈ കാര്യം ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ സമയം കുപിതനായി വിശ്വാമിത്ര ഋഷി കൊട്ടാരം വിട്ടിറങ്ങുമ്പോഴാണ് വസിഷ്ഠൻ ദശരഥൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, മകൻ രാമനെ യാതൊരു ഭയവുമില്ലാതെ വിശ്വാമിത്രൻ്റെ കൂടെ അയച്ചോളൂ. നമ്മൾ അങ്ങനെയാണല്ലോ, ചിലരുടെ കൂടെ അയക്കുമ്പോൾ നമുക്കൊരു സംരക്ഷണകത്വം മാത്രമല്ല, ആ അയക്കുന്ന ആളിൽ നിന്ന് കിട്ടേണ്ട ചില ഗുണങ്ങൾ കൂടി മകന് കിട്ടും. അങ്ങനെയാണ് അച്ഛൻ അമ്മ അനുഗ്രഹം എല്ലാവരുടെയും വാങ്ങിയിട്ട് രാമൻ വിശ്വാമിത്രൻ്റെ കൂടെ. ഒരു വലിയ പാഠം ഈ കാര്യത്തിലുണ്ട്. അവിടെ മകൻ യാത്ര അയക്കുമ്പോൾ അച്ഛൻ പറയുന്ന ഒരു അനുഗ്രഹ വചസ്സുണ്ട്. മകനെ, കാട്ടിൽ വെച്ച് ഗുരു എന്ത് പറഞ്ഞാലും അത് നീ അനുസരിക്കണം. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അച്ഛനമ്മമാർ കൊടുക്കേണ്ട, സ്കൂളിൽ പോകുമ്പോൾ അവിടെ വെച്ച് ഗുരുക്കന്മാർ അധ്യാപകർ പറയുന്ന ഏത് കാര്യവും നീ അനുസരിക്കണം. അത് ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഒരു പവിത്രതയാണ്. അങ്ങനെയാണ് 10 ദിവസത്തേക്കാണ് കൊണ്ടുപോകുന്നത്. കാട്ടിലേക്ക് ഏട്ടൻ്റെ കൂടെ അനിയൻ ലക്ഷ്മണനും പോകുന്നു. ഇവിടെ കാട്ടിലേക്ക് പോകുന്ന 2 മക്കളെ കയ്യിൽ ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. 10 ദിവസം താമസിക്കേണ്ട ഭക്ഷണം, 10 ദിവസം താമസിക്കേണ്ട മറ്റ് ബെഡ്, ടെൻറ്റ് ഒന്നുമില്ല. കാട്ടിലേക്ക് പോകുമ്പോൾ എന്താ വേണ്ടത്, അതുമായിട്ട് പോവുകയാണ്. ഇവിടെ വിശ്വാമിത്രന് ഒരു ഉദാഹരണം നോക്കിയാൽ, ദശരഥന് ഒരച്ഛന് മകന് കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ആചാര്യന്മാർക്ക് കൊടുക്കാൻ പറ്റും. ഈ യാത്രയിലാണ് 52 ദിവ്യായുധങ്ങൾ രാമന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും ദശരഥന് അത് കൊടുക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായ ബല അതിബല എന്ന ദിവ്യ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മന്ത്രങ്ങൾ കിട്ടിയ അത് മുതലാണ് രാമൻ, കൊടുങ്കാട്ടിൽ ഭാവിയിൽ 13 കൊല്ലം കഴിയേണ്ട രാമൻ, ഈ ബല അതിബല മന്ത്രസിദ്ധി കൊണ്ടായിരിക്കാം അധികം ദാഹവും വിശപ്പും ഇല്ലാതെ, ഏത് ദാഹവും വിശപ്പും അകറ്റും എന്നുള്ളത് മാത്രമല്ല ഈ മന്ത്രത്തിൻ്റെ, അതിന് 10-30ഓളം മറ്റു ഗുണങ്ങളുണ്ട്. ഏത് സഭയിൽ ശോഭിക്കാനും, ഏത് ശക്തിയുടെ മുന്നിൽ വിജയിക്കാനും, അങ്ങനെ ഒട്ടനവധി സിദ്ധിയുള്ള നമ്മളൊക്കെ കേട്ട ബല അതിബല മന്ത്രം സന്ധ്യ വൈകുന്നേരമാണ് പഠിപ്പിക്കുന്നത്. അതുവരെ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരുടെ നിരീക്ഷിക്കുകയായിരുന്നു അവരുടെ ശരീരഭാഷയെ. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം താടകാദി വധത്തിലൂടെ അങ്ങോട്ട് പോകുന്ന ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും സാകേതം എന്ന പരിപാടിയിലേക്ക് ശ്രദ്ധിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമസ്തേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.